ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് ഓടുംകുതിര ചാടുംകുതിര ഫിലിമിൻ്റെ വിശേഷങ്ങളായിട്ടാണ്. ഇപ്പോൾ ഓണമൊക്കെ ആയിട്ട് ഒരുപാട് പടങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും വെക്കേഷനാണ്. ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്നൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഞാൻ ലോഗോൻ്റെ റിവ്യൂ ചെയ്തിരുന്നു. ലോഗോ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായൊരു മൂവിയായിരുന്നു. അപ്പോൾ ഇത് ഓടുംകുതിര ചാടുംകുതിരയാണ്. അപ്പോൾ അത് ഫിലിമിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നതിൻ്റെ മുന്നേ ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് അൽത്താഫാണ്. അൽത്താഫ് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നല്ല കിടിലൻ പടങ്ങൾ ചെയ്ത് പോകാറുണ്ട്. കഴിഞ്ഞ ഓണത്തിനും വന്ന് ഒരു പടം കിടിലനാക്കിയിട്ട് ഇതിപ്പോൾ അടുത്ത ഓണത്തിന് പുള്ളിയുടെ ഒരു നൈസ് പടം എന്ന് പറയാൻ പടത്തിൻ്റെ കൂടുതൽ വിശേഷം പറയുന്നതിൻ്റെ മുന്നേ ഇതിൻ്റെ പ്രൊഡക്ഷൻ വന്നേക്കുന്നത് ആഷിഖ് ഉസ്മാനാണ്. അൽത്താഫ് ഡയറക്ഷൻ, അൽത്താഫിൻ്റെ കൂടെ സ്ക്രിപ്റ്റ് അനുരാജ് ഓബി എന്നുണ്ട് ഈ പടത്തിൽ തന്നെ അഭിനയിച്ചിട്ടുള്ളൊരു പുള്ളിയും കൂടെയാണ്. സ്ക്രിപ്റ്റ് അൽത്താഫും ഇവർ രണ്ടുപേരും കൂടിയിട്ട് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ക്യാമറ വരുന്നത് ജിൻഡോ ജോർജ് എന്ന് പറയുമ്പോൾ അജഗജാന്തരം, പിന്നെ ചാവേർ, പണി മൂവിൻ്റെ ഒക്കെ ക്യാമറ ചെയ്തിട്ടുള്ള ആളാണ്. എഡിറ്റിംഗ് വരുന്നത് അഭിനവ് സുന്ദർ നായക്, നമുക്കറിയാം. ഡയറക്ടർ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിൻ്റെ ഡയറക്ടർ, സ്ക്രിപ്റ്റ് എല്ലാം ചെയ്തിട്ടുള്ള ആളാണ്. ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തേക്കുന്നത്. മ്യൂസിക് ബൈ ജസ്റ്റിൻ വർഗീസ്. പിന്നെ ഇതിൽ കാസ്റ്റ് വരുന്നത് ഫഹദ് ഫാസിൽ, കല്യാണി, ലാല്, സുരേഷ് കൃഷ്ണ, വിനയ് ഫോർട്ട്. പടം മൊത്തത്തിലൊരു സൈക്കോളജിക്കൽ കോമഡി ഐറ്റം എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത്. കാരണം ത്രൂ ഔട്ട് പടത്തിൽ ഭയങ്കര തിയേറ്ററിൽ എല്ലാവരും ഞാൻ കാണാതിരിക്കുന്ന സമയത്ത് എല്ലാവരും പൊട്ടിച്ചിരിക്കുന്ന കുറേ സീനുകൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ കുറേ ഓവർ ആക്ടിങ്ങും കുറേ ചളിയും കുറേ ക്രിഞ്ചും എല്ലാം ഉണ്ട് ഈ മൂവിയിൽ. പക്ഷേ തിയേറ്ററിൽ പോയിരുന്ന് പടം കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% അതൊരു വേർത്തായിരിക്കും. കാരണം വലിയ സംഭവങ്ങളൊന്നുമില്ല ഇതിൽ. ചിലപ്പോൾ നിങ്ങൾക്ക് പടം കാണുന്ന ഓരോ ആൾക്കാർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ഇൻസിഡൻസ്, ലവ് ഫെയിലിയേഴ്സ്, ജീവിതത്തിലെ കുറേ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഭയങ്കര കോമഡി ആയിട്ട് നറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ലാലിൻ്റെ ക്യാരക്ടർ, ലാല് പടത്തിൽ ത്രൂ ഔട്ട് ഭയങ്കര എനിക്ക് തോന്നിയ പഴയ വൺ മാൻ ഷോ മൂവിയിലുണ്ടായിരുന്ന ആ ഒരു സൈക്കോൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ പടത്തിൽ കംപ്ലീറ്റ്ലി എല്ലാ പടത്തിലുള്ള എല്ലാവരും സൈക്കോകളായിട്ട് ഫീൽ ചെയ്യുന്നു. ലൈക്ക് പടത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തൂക്കുന്നതിൻ്റെ ഇടക്ക് നമ്മളെയും തൂക്കും, അങ്ങനത്തെ ഒരു മൂവി. അപ്പോൾ വലിയ കുറേ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും പടം കണ്ടിരിക്കാനും ചിരിക്കാനും ചിന്തിപ്പിക്കാനുള്ള കുറച്ച് സാധനങ്ങളുണ്ടെന്ന് തോന്നുന്നു പടത്തിൽ. അങ്ങനെ ലവ്, കോമഡി, കുറേ സൈക്കോ സംഭവങ്ങൾ. സൈക്കോ ആണ് മെയിൻ മൂവി. ഒരു സൈക്കോ തീമായിട്ടാണ് എനിക്ക് തോന്നിയത്. പടം കണ്ടിറങ്ങി കഴിഞ്ഞാൽ നമുക്കും ഒരു എന്താ പറയുക, ഒരു ബ്ലിഞ്ചം സൈക്കോ ഫീൽ കിട്ടുന്ന പോലെ അങ്ങനത്തെ ഒരു മൂവി. അപ്പോൾ ഓണത്തിന് കുറേ പടങ്ങൾ ഇറങ്ങിയതിൻ്റെ കൂട്ടത്തിൽ ഫഹദ് ഫാസിലിൻ്റെ നല്ലൊരു മൂവിയാണ്. എല്ലാവർക്കും തിയേറ്ററിൽ പോയിട്ട് ഫാമിലി ആയിട്ട് പോയി കണ്ടിരുന്ന് ചിരിക്കാൻ പറ്റുന്നൊരു സാധനമുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നേരെ തിയേറ്ററിൽ പോയിട്ട് ഈ പടം കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു മൂവിൻ്റെ റിവ്യൂവിൽ കാണുന്നവരേക്കും ബൈ.